നമസ്കാരം. ഈസി എഡ്യൂക്കേഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കണ്ടന്റുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇന്നിവിടെ നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 1-ാം അധ്യായമായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ടോപ്പിക്കിലെ പോയിന്റേഴ്സ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റേഴ്സിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പോയിന്റേഴ്സ് എന്ന് നോക്കാം. പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റെഫറൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ലൈബ്രറിയിൽ ചെല്ലുന്നു. അവിടെ ലൈബ്രറിയിൽ ചിലപ്പോൾ 10,000-കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടാവും. നമുക്ക് ഉദ്ദേശിക്കുന്ന പുസ്തകം ചൂണ്ടിക്കാണിച്ചു തരാൻ നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു ലൈബ്രറിയനും കാണും, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതിയ ഒരു കാറ്റലോഗും കാണും. അപ്പോൾ ഈ ലൈബ്രറിയൻ അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ഡേറ്റ എന്താണോ അല്ലെങ്കിൽ ബുക്ക് ഏതാണോ അതിലോട്ട് ഒരു പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലൈബ്രറി എന്ന് പറയുന്നത് ഇവിടെ ഒരു കൈൻഡ് ഓഫ് റെഫറൻസ് ആണ്. അതേപോലെയാണ് പോയിന്റേഴ്സും. പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റെഫറൻസ് ആണ്. നമ്മൾ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡേറ്റ മെമ്മറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, ഏതൊരു ഡേറ്റയും ഹോൾഡ് ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. ഈ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് വേരിയബിൾ ആണ് പോയിന്റർ എന്ന് പറയുന്നത്. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡേറ്റയും ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിനെല്ലാം മെമ്മറി അഡ്രസ്സുകൾ ഉണ്ടാവും. ഈ മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേകം മെമ്മറിയാണ് പോയിന്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നു. ഇന്റ് നം ഈക്വൽ ടു 25 എന്ന. ഇതിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ പഠിക്കുന്നതാണ്. നം എന്ന് പറയുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ 25 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മുടെ പ്രോഗ്രാമിൽ നം എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട് ഒരു 4 ബൈറ്റ്, നമ്മുടെ കമ്പൈലറിനനുസരിച്ച് ഒരു 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. ആ 4 ബൈറ്റിൽ ആയിരിക്കും നമ്മളുടെ 25 എന്ന് പറയുന്ന വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്. സപ്പോസ് അത് 1001 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എപ്പോഴും 1001 ആകണം എന്നൊന്നുമില്ല. അത് മെമ്മറിക്ക് അനുസരിച്ച് മാറിയൊക്കെ വരാം. ഇവിടെ നമ്മളത് അസ്യൂം ചെയ്യുന്നു 1001 അപ്പൊ അങ്ങനെയാണെങ്കിൽ 1001 മുതൽ 1004 വരെയുള്ള 4 ബൈറ്റിലായിരിക്കും ഈ 25 എന്ന് പറയുന്ന വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ വേരിയബിളിന് നം എന്ന് പറയുന്ന വേരിയബിളിന് 2 തരത്തിലുള്ള വാല്യൂ ഉണ്ട്. എൽ വാല്യൂവും ഉണ്ട്, ആർ വാല്യൂവും ഉണ്ട്. എൽ വാല്യൂ എന്ന് പറയുന്നത് നം എന്ന വേരിയബിളിന്റെ അഡ്രസ് ആണ്. ഇവിടെ ആ അഡ്രസ് 1001 ആണ്. അപ്പൊ നമ്മിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1001 ആണ്. അതേപോലെ ആർ വാല്യൂ എന്ന് പറയുന്നത് ഈ വേരിയബിളിന്റെ കണ്ടന്റ് എന്താണോ അതാണ്. ഇവിടെ അത് 25 ആണ്. എല്ലാ വേരിയബിളിനും ഇതുപോലെ 2 ടൈപ്പ് വാല്യൂ ഉണ്ടായിരിക്കും. ഈ അഡ്രസ്, ഈ എൽ വാല്യൂ എന്ന് പറയുന്ന അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് വേരിയബിളുകളെയാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പോയിന്റർ വേരിയബിൾ നമ്മളുടെ C++ൽ ഉപയോഗിക്കുന്നതെന്ന്. അതായത് പോയിന്റർ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പോയിന്റർ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യാനുള്ള ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് എന്താണോ അത് സ്റ്റാർ വേരിയബിളിന്റെ പേര്. ഈ സ്റ്റാർ എന്ന് പറയുന്ന സിംബൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ പോയിന്റർ വേരിയബിൾ ആണ് എന്നുള്ളതാണ്. ഇന്റ് നം എന്ന് മാത്രം കൊടുത്താൽ നം ഒരു സാധാ ടൈപ്പ് വേരിയബിൾ ആണ്. അതേസമയം ഇവിടെ എക്സാമ്പിൾ കണ്ടില്ലേ, ഇന്റ് സ്റ്റാർ പി എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം പി എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ ആണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്റ് സ്റ്റാർ പി കൊടുത്തിട്ടുണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് ഫ്ലോട്ട് സ്റ്റാർ PTR എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം പി എന്ന് പറയുന്നത് ഇന്റിജർ ടൈപ്പ് ആണെന്നല്ല,
മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പെഷ്യൽ വേരിയബിൾ ആണ് പോയിന്റർ എന്ന് നമ്മൾ പറഞ്ഞു. മെമ്മറി അഡ്രസ്സുകൾ എപ്പോഴും ഇന്റിജർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇന്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പി പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഇന്റിജർ ടൈപ്പ് ആയിരിക്കും എന്നാണ്. അതായത് ഒരു ഇന്റിജർ ടൈപ്പ് വാല്യൂവിന്റെ മെമ്മറി അഡ്രസ് മാത്രമേ നമുക്ക് ഇവിടെ പിയിലോട്ട് കൊടുക്കാൻ പറ്റൂ. ഇനി അതൊരു ഫ്ലോട്ട് ടൈപ്പ് വാല്യൂവിന്റെ മെമ്മറി അഡ്രസ് ആണ് നമുക്ക് ഒരു പോയിന്ററിലോട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഫ്ലോട്ട് സ്റ്റാർ PTR എന്ന് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഇന്റ് ഫ്ലോട്ട് ഒക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ ടൈപ്പിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം ഈ പോയിന്റർ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഓപ്പറേറ്ററുകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഈ 2 ഓപ്പറേറ്ററുകളും സിമ്പിളുകളും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഒന്നാമത്തതിന് നിങ്ങൾ ആൻഡ് എന്നും രണ്ടാമത്തതിന് സ്റ്റാർ എന്നും പറയും. ഇതിന് യഥാർത്ഥത്തിൽ ആംബർസാൻഡ് ഓപ്പറേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഈ ആൻഡിനെ നമ്മൾ ആംബർസാൻഡ് ഓപ്പറേറ്റർ എന്നാണ് അതിന്റെ പേര്. ഇതിന് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ്. ഇതിന്റെ ഉപയോഗം വേറൊന്നുമല്ല, പേരിൽ തന്നെയുണ്ട്. ഒരു വേരിയബിളിന്റെ അഡ്രസ് ഗെറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ്. അതായത് നമ്മൾ നേരത്തെ നം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തില്ലേ, നമ്മിന്റെ അഡ്രസ് വേണമെങ്കിൽ നമുക്ക് അഡ്രസ് ഓഫ്, അതായത് ആൻഡിന്റെ സിമ്പല് അഡ്രസ് ഓഫ് നം എന്ന് കൊടുത്താൽ ആ വേരിയബിളിന്റെ അഡ്രസ് കിട്ടും. അതേപോലെ സ്റ്റാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പോയിന്റേഴ്സിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ അല്ല, ഇതിന് പറയുന്നത് ഇൻഡയറക്ഷൻ അല്ലെങ്കിൽ ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ്. ഇതിനെ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം എന്താണ് ഇതിന്റെ, എങ്ങനെയാണിത് നടക്കുന്നതെന്ന്. ഇവിടെ ഞാൻ നം എന്ന് പറയുന്ന ഒരു ഇന്റിജർ വാല്യൂ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് 25 എന്ന് വാല്യൂ കൊടുത്തു. എന്നിട്ട് ഒരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഇന്റ് സ്റ്റാർ PTR. തൊട്ടടുത്ത ലൈനിൽ PTR ഈക്വൽ ടു ആംബർസൻ, അതായത് അഡ്രസ് ഓഫ് നം എന്ന് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മിന്റെ അഡ്രസ് എന്താണോ അത് PTR എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇതിന്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ഇന്റ് നം ഈക്വൽ ടു 25 എന്ന് കൊടുക്കുമ്പോൾ മെമ്മറിയിൽ ഇതുപോലെ ഒരു പ്ലേസിൽ 1001 മുതൽ 4 ബൈറ്റുകൾ കാണും. നമ്മളെപ്പോഴും അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതായത് ബേസ് അഡ്രസ് മാത്രമാണ് റെഫർ ചെയ്യാറ്. അത് കഴിഞ്ഞ് ഇന്റിജർ ആയതുകൊണ്ട് 4 ബൈറ്റ്. അങ്ങനെ ഡാറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ബൈറ്റുകൾ അഡ്രസ് അങ്ങോട്ട് കാണും. അപ്പൊ ഇവിടെ നമ്മൾ ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്, അതായത് 1001-നെ PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഇതേപോലെ ഒരു അലോക്കേഷൻ ആയിരിക്കും സാധ്യമാകുന്നത്. PTR-ന് വീണ്ടും ഒരു മെമ്മറി അഡ്രസ് ഉണ്ടായിരിക്കും. അതെന്തുമായിക്കോട്ടെ, ഇവിടെ സപ്പോസ് അത് 1500 ആണ്. അതെന്തുമായിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. PTR-ൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ? 1001. ആ 1001 എന്ന് പറയുന്ന ലൊക്കേഷൻ എവിടെയാണോ അവിടെ ഒരു ഇന്റിജർ ടൈപ്പ് ഡേറ്റ ഉണ്ട്. അതാണ് നമ്മൾ ഈ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമുക്ക് ഈ അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിന്റെയും വാല്യൂ അറ്റ് ഓപ്പറേറ്ററിന്റെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. ഇതാ ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി, സി ഔട്ട് ആംബർസൻഡ് PTR. അതിന്റെ അർത്ഥം എന്താ? PTR-ന്റെ അഡ്രസ്, ആംബർസൻ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് PTR എന്നാണ് അർത്ഥം. ഇവിടെ എത്രയായിരിക്കും? 1500. എക്സാമിന് ചിലപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ എന്ത് വരും എന്നൊക്കെ ചോദിക്കാം. അപ്പം അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിന്റെയും വാല്യൂ അറ്റ് ഓപ്പറേറ്ററിന്റെയും വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തതായി നമ്മൾ ഒരെണ്ണം കൂടി എഴുതി, സി ഔട്ട് ആംബർസൻ നം. അതായത് നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സാണ്, അഡ്രസ് ഓഫ് നം ആണ്. എത്രയായിരിക്കും? 1001 ആയിരിക്കും. അതേപോലെ സി ഔട്ട് നം എന്ന് മാത്രം എഴുതിയാലോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സി ഔട്ട് നം എന്ന് മാത്രം എഴുതിയാൽ അതിലെ കണ്ടന്റ് എന്താണോ അതായിരിക്കും വരുന്നത്, അത് 25 ആയിരിക്കും. ഇനി സി ഔട്ട് PTR എന്ന് മാത്രം എഴുതിയാലോ? PTR-ലുള്ള വാല്യൂ എന്താ? നമ്മിന്റെ അഡ്രസ് ആണ്. അത് എത്രയാ? 1001. അപ്പൊ അതേപോലെ സി ഔട്ട് സ്റ്റാർ PTR എന്ന് എഴുതുന്നു. സ്റ്റാറിന്റെ മീനിങ് എന്താ? വാല്യൂ അറ്റ് എന്നാണ്. അപ്പൊ വാല്യൂ അറ്റ് PTR എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് 1001. അവിടുത്തെ വാല്യൂ ഏതാ? 25.
അപ്പോൾ അവിടെ 25 ആയിരിക്കും ഉത്തരം. ഒരു സ്റ്റേറ്റ്മെന്റും കൂടി എഴുതുന്നു, സി ഔട്ട് സ്റ്റാർ നം. ഇങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ്. കാരണം സ്റ്റാർ എന്ന് പറയുന്ന ഈ വാല്യുവേറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഏതിന്റെ കൂടെ മാത്രമാണ്? പോയിന്റേഴ്സിന്റെ കൂടെ മാത്രമാണ്. അല്ലാതെ നം എന്ന് പറയുന്ന സാധാ ടൈപ്പ് വേരിയബിളിന്റെ കൂടെ നമുക്ക് ഈ വാല്യുവേറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും സ്റ്റാർ ഓപ്പറേറ്ററും എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. നമ്മൾ പോയിന്റേഴ്സിനെ പറ്റി പറയുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ്, എന്താണ് പോയിന്റേഴ്സ് കൊണ്ട് അവിടെയുള്ള പ്രയോജനം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 തരത്തിലുള്ള മെമ്മറി അലോക്കേഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയും. നമ്മൾ ഇപ്പോൾ കണ്ടു, നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി, ഇന്റ് നം ഈസിക്കൽ ടു 10 എന്നൊക്കെ 25 എന്നൊക്കെ എഴുതിയില്ലേ. ഇവിടെ ഞാൻ അതേപോലെ ഇന്റ് എ ഈസിക്കൽ ടു 10 എന്ന് എഴുതി. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ മെമ്മറിയിൽ എ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് കമ്പൈലേഷന്റെ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ പ്രത്യേകത കമ്പൈലേഷന് മുൻപ് തന്നെയായിരിക്കും, കമ്പൈലേഷൻ അല്ല എക്സിക്യൂഷന് മുൻപ് തന്നെയായിരിക്കും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ ടൈപ്പ് അലോക്കേഷൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയും. നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ നമ്മൾ ദൂരയാത്ര പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഒരു ടിക്കറ്റ് റിസർവ് ചെയ്തു. അതിന്റെ അർത്ഥം ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് നമ്പർ ഉൾപ്പെടെ എനിക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യപ്പെട്ടു. ഇത് സ്ഥിരമാണ്, സ്റ്റാറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മെമ്മറി അലോക്കേഷനെ നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നു. അവിടെ ഒരു വേരിയബിളിന് പേര് കൊടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. അത് വേറൊരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്റെ സീറ്റ് എനിക്ക് തന്നെ ഉള്ളതാണ്. അതേസമയം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാതെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് കയറി ഒരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് തുല്യമാണ്. കാരണം അവിടെ എനിക്കായിട്ടൊരു സീറ്റ് നമ്പറോ ഒന്നുമില്ല. ഞാൻ ട്രെയിൻ പുറപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടുന്നത്. അതേപോലെയാണ് നമ്മളുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് മാത്രമായിരിക്കും അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെമ്മറി അലോക്കേഷൻ ആണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. നമ്മുടെ C++ൽ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓപ്പറേറ്റർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് ന്യൂ എന്നാണ്. പ്ലസും മൈനസും ഒക്കെ നമുക്ക് ഓപ്പറേറ്ററിന്റെ പർപ്പസ് അറിയാം. പ്ലസ് എന്താണ്, മൈനസ് എന്താ. അതേപോലെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, അതിന്റെ മീനിങ് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. അതേപോലെ എക്സാമിന് ചിലപ്പോൾ ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ടൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയെ നമുക്ക് ഡീഅലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഓപ്പറേറ്ററിന്റെയും പേര് മറക്കരുത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്ററാണ് ന്യൂ, ഡൈനാമിക് മെമ്മറി ഡീഅലോക്കേഷൻ ഓപ്പറേറ്ററാണ് ഡിലീറ്റ്. എങ്ങനെയാണ് ഈ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇന്റ് സ്റ്റാർ പി, അതായത് പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പി ഈക്വൽ ടു ന്യൂ ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലോട്ട് ഒരു ഇന്റിജർ ടൈപ്പ് വാല്യൂവിന്റെ അഡ്രസ്, അതായത് ആ സമയത്തേക്ക് വേണ്ടി ഒരു ഇന്റിജർ വേരിയബിളിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന്റെ കൂടെ തന്നെ വാല്യൂവും ഇനിഷ്യലൈസ് ചെയ്യാം. അതാണ് 3ാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നത്. പി ഈസ് ഈക്വൽ ടു ന്യൂ ഇന്റ് ബ്രാക്കറ്റിൽ 25. അതിന്റെ അർത്ഥം
പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റിജർ ടൈപ്പ് വാല്യൂവിനുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ 25 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അതിന്റെ അഡ്രസ് എന്താണോ അത് പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലും സ്റ്റോർ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ നമുക്ക് വേരിയബിളിന് പേരൊന്നും വേണമെന്നില്ല. പക്ഷെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ അങ്ങനെയല്ല, അവിടെ ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് 2-3 വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താ? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂഷന് മുമ്പ് തന്നെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ഡൈനാമിക് മെമ്മറി അലോക്കേഷനോ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന സമയത്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനിയൊരു വ്യത്യാസം എന്ത് പറയാം നമുക്ക്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ മതി മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതേസമയം ഡൈനാമിക് മെമ്മറി അലോക്കേഷന് അതിനുവേണ്ടി ഒരു പ്രത്യേക ഓപ്പറേറ്റർ ഉണ്ട്, ന്യൂ. അത് ഉപയോഗിച്ച് വേണം മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ പോയിന്റേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ പോയിന്റർ അത്യാവശ്യമാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ നമുക്കൊരു വേരിയബിളിന് ഒരു പേരുണ്ട് എ. അപ്പോൾ സി ഔട്ട് എ എന്ന് കൊടുത്താൽ നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ അങ്ങനെ ഒരു വേരിയബിളിന് പേരൊന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഡേറ്റ റിട്രീവ് ചെയ്യും? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിൾസ് അല്ല, പകരം പോയിന്റേഴ്സ് ആണ്. പോയിന്റർ വേരിയബിളുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും ഡേറ്റ നമ്മൾ ഡീറഫറൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് നോക്കാം അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്. അതിനു മുമ്പ് നമ്മുടെ നമ്മൾ ഈ എഴുതിയ 3 സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പി എന്ന് പറയുന്നൊരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, 25 എന്ന് പറയുന്നൊരു വാല്യൂ ഹോൾഡ് ചെയ്തു അതിലോട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ സമയത്ത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഡേറ്റ റെഫർ ചെയ്യുന്നതെന്ന് നോക്കാം, വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സി ഔട്ട് സ്റ്റാർ പി എന്ന് കൊടുക്കുന്നു. സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ പറ്റി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു. ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡി റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞില്ലേ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാല്യൂ ഇവിടെ റിട്രീവ് ചെയ്യുന്നത്. അപ്പം സ്റ്റാർ പി, സി ഔട്ട് സ്റ്റാർ പി എന്ന് കൊടുത്താൽ എന്ത് വരും? പി, അതായത് 1001 എന്ന ലൊക്കേഷനിലെ വാല്യൂ ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാനുള്ളത്, നമ്മുടെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെമ്മറി റിലീസ് ആയിക്കോളും. പക്ഷെ അതേസമയം ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ ഈ മെമ്മറി നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മെമ്മറികളെല്ലാം നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച്, അതായത് ഡൈനാമിക് മെമ്മറി ഡീഅലോക്കേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഡിലീറ്റ് പി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, ഇപ്പൊ നമ്മൾ ഡിലീറ്റ് കൊടുത്തില്ല എങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിയുമ്പോഴും ഈ മെമ്മറി അവിടെ തന്നെ കിടക്കും. അപ്പൊ ഈ മെമ്മറി ചിലപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഒരു കുറച്ച് എമൗണ്ട് മെമ്മറി കിടക്കും. ഈ മെമ്മറി വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പ്യൂട്ടറിന് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കിടക്കുന്ന അൺയൂസ്ഡ് മെമ്മറി, അതായത് നമുക്ക് ഉപയോഗമില്ല പക്ഷെ അതവിടെ കിടക്കുവാണ്, വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മെമ്മറിക്ക് പറയുന്നത് ഓർഫൻഡ് ബ്ലോക്ക് ഓഫ് മെമ്മറി എന്നാണ്. ഒരു എക്സിക്യൂഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ എമൗണ്ട് മെമ്മറി ആയിരിക്കും. ഈ എക്സിക്യൂഷൻ ഇങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ മെമ്മറി ബ്ലോക്കിന്റെ വലുപ്പവും കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറി വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അത് നമുക്കറിയാം, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അതൊരു ഒട്ടും നല്ലൊരു സിറ്റുവേഷൻ അല്ല. അത്തരത്തിലുള്ളൊരു വേസ്റ്റ് സിറ്റുവേഷന് പറയുന്ന പേരാണ് മെമ്മറി ലീക്ക്. അതായത് ഒരുപാട് മെമ്മറി അവിടെ ഫ്രീ കിടക്കുന്നുണ്ടെങ്കിലും വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിന് പറയുന്നതാണ് മെമ്മറി ലീക്ക്. അപ്പൊ ഈ മെമ്മറി ലീക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറി എല്ലാം പ്രോപ്പറായിട്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡീഅലോക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ മെമ്മറി ലീക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. പോയിന്റേഴ്സിന്റെ നെക്സ്റ്റ് പാർട്ട്
അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.